ജനാധിപത്യം സക്രിയമാകുന്നത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത പാലിക്കുമ്പോഴാണ്. നമുക്ക് കഴിഞ്ഞ 15 വർഷമായി ഇവിടെ നിന്ന് ജനപ്രതിനിധിയായിട്ടുള്ള MLA അദ്ദേഹം കഴിഞ്ഞ 2 വർഷം മുമ്പ് പറഞ്ഞത്, എനിക്കാരോടും പ്രതിബദ്ധതയില്ല, തിരഞ്ഞെടുത്താക്കപ്പെട്ടുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയില്ല, സീറ്റ് തന്നിട്ടുള്ള CPM-നോട് പ്രതിബദ്ധതയില്ല, മന്ത്രിസ്ഥാനം തന്നിട്ടുള്ള പിണറായിയോട് പോലും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രിക. 2021 തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ജനങ്ങൾക്ക് മുന്നിൽ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ കോപ്പി ആർക്ക് വേണമെങ്കിലും വാട്സപ്പ് ചെയ്യാം. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കാൻ സമഗ്ര ഹൗസ് കണക്ഷൻ പദ്ധതിയാണ്. നമ്മുടെ പഞ്ചായത്ത് അടക്കമുള്ള തവനൂർ മണ്ഡലത്തിലെ മിക്ക പഞ്ചായത്തുകളിലെയും ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നത്തിന് 15 വർഷം കിട്ടിയിട്ടും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെയധികം ജലസ്രോതസ്സുള്ള ഒരു നിയോജക മണ്ഡലം. ഞാനിവിടെ നിൽക്കുന്നത് ടർഫ് സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ്. ഇത് സ്റ്റേഡിയം ഒരു സ്വകാര്യ വ്യക്തിയുടെയാണ്. ഇതുപോലെ സമാനമായിട്ടുള്ള ടർഫുകൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതും പിന്നീട് പറയുന്നത് എടപ്പാൾ, തവനൂർ, പുറത്തൂർ CHകളിൽ ഡയാലിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നാണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ നമ്മുടെ പുറത്തൂർ പഞ്ചായത്തിലുള്ളത്. കിടത്തി ചികിത്സയില്ലാത്ത ഏക നിയോജക മണ്ഡലമാണ് തവനൂർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ നമുക്കറിയാം. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ജലീലിൻ്റെ. അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിക്കും. അങ്ങനെ ചോദിച്ചു, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, തിരൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, അങ്ങോട്ട് പോയാൽ മതി എന്നാണ് ചോദിച്ചവരെ പരിഹസിച്ചുകൊണ്ട് വോട്ട് ചെയ്തവരോട് പരിഹസിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതിൽ പറയുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് കൂട്ടായി മിനി ഹാർബറാണ്. അത് യാഥാർത്ഥ്യമായിട്ടില്ല. പടിഞ്ഞാറക്കരയിൽ പ്ലാനറ്റേറിയം നിർമ്മിക്കുമെന്ന് പറഞ്ഞു, അതും വാഴപ്പാക്കായി. പിന്നെ അഴിമുഖത്ത് കടൽ വിനോദ ബോട്ട് സവാരി, അതും വന്നിട്ടില്ല. മണ്ഡലത്തിൽ ഗവൺമെൻറ് പോളിടെക്നിക് ആരംഭിക്കും. നമുക്കറിയാം, ഇവിടെ ഒരു സർക്കാർ കോളേജ് പോലും വന്നിട്ടുള്ളത് PK അബ്ദുൾ റബ്ബ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഈ കോളേജ് നമുക്ക് വേണ്ട, ഞാൻ പുതിയ കോളേജ് കൊണ്ടുവരുന്നതാണ്. പക്ഷേ ആ കോളേജ് കൊണ്ടുവന്നുവെങ്കിലും പുതിയ ഒരു കോഴ്സ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് പുതിയ ആധുനിക കോഴ്സുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് വിദ്യാർത്ഥികളോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു വിവേചനമായിട്ട് നമ്മളതിനെ കാണുകയാണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു സംഗതി, എല്ലാ പഞ്ചായത്തിലും നീന്തൽ പരിശീലന കേന്ദ്രം, അതും ഇവിടെ യാഥാർത്ഥ്യമായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയായിട്ട് പറയുന്നത്, യുവാക്കൾക്ക് ഓപ്പൺ ജിംനേഷ്യം പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു, അതും ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാ പഞ്ചായത്തിലും വനിതാ റിക്രിയേഷൻ കേന്ദ്രം, അതും യാഥാർത്ഥ്യമായിട്ടില്ല. നമ്മുടെ മണ്ഡലം എന്ന് പറയുന്നത് ഒരുപാട് ടൂറിസ്റ്റ് സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അതിൽ വിശിഷ്യ പുറത്തൂർ എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് നല്ല ടൂറിസം കേന്ദ്രങ്ങളാക്കാനുള്ള അവസരമുണ്ടായിട്ട് 15 വർഷത്തിൽ 5 വർഷം മന്ത്രിസ്ഥാനം പോലും കയ്യിലുണ്ടായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പുറത്തൂർ മുനമ്പം അഴിമുഖം തൂക്കുപാലം അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണ്, അതും ഇവിടെ യാഥാർത്ഥ്യമായിട്ടില്ല. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി തീരദേശ കോസ്റ്റ് ഗാർഡ്, സുരക്ഷാ സ്പീഡ് ബോട്ട് എന്നിവ സ്ഥാപിക്കും. അഴിമുഖത്ത് പോയാൽ അങ്ങനെ ഒരു സംഗതിയെ നമുക്ക് കാണാൻ കഴിയില്ല. പുറത്തൂർ മുരിക്കുമാട് ഉത്തരവാദിത്ത ടൂറിസം, വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി കനിഞ്ഞരിഞ്ഞിട്ടുള്ള സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ മുരിക്കുമാട്. അവിടെ ഒരു നല്ല ടൂറിസ്റ്റ് പ്രദേശമാക്കാമെന്നുള്ള വാഗ്ദാനവും നിറവേറ്റിട്ടില്ല എന്നുള്ളതാണ്. തവനൂരിൽ നമുക്കറിയാം, നമ്മുടെ ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൻ്റെ ഗ്യാസ് ശ്മശാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയിൽ ഒരു ഫോളോ അപ്പും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. തവനൂരിൽ ബലിതർപ്പണ കേന്ദ്രം തുടങ്ങാമെന്ന് പറഞ്ഞു, അതും ഒരു വാഗ്ദാനമാണ്. മിനി പമ്പ വികസനം, അതായത് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ മിനി പമ്പയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ലൈഫ് മിഷൻ, നമുക്കറിയാം, ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം, പുൽപ്പാക്കര ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം, പെരുന്തല്ലൂർ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം, എന്തിനേറെ പറയണം, നമ്മുടെ തൊട്ടടുത്ത് ഏപ്പാടത്ത് കുടുംബം നൽകിയിട്ടുള്ള സ്ഥലം, അത് ഉപയോഗപ്പെടുത്തി അവിടെ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അതും യാഥാർത്ഥ്യമായിട്ടില്ല. ഞാനിതൊന്നും പറയുന്നത് വെറുതെയല്ല. ഈ MLAയുടെ കഴിഞ്ഞ 5 വർഷം മുമ്പ് ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചോദിച്ചു വന്നിട്ടുള്ള പ്രകടന പത്രികയാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള 53 വാഗ്ദാനങ്ങളിൽ കേവലം ഭാഗികമായെങ്കിലും നടപ്പിലായിട്ടുള്ളത് വെറും 4 വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇനിയും ജനങ്ങളെ വഞ്ചിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല.